ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിലുള്ള 8 അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് കാസിമിറോയാണ്. അതായത് താരത്തിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്റ്റ് 1 വർഷത്തേക്ക് കൂടി പുതുക്കാനുള്ള ഒരു ക്ലോസ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ലഭ്യമാണ്. അതായത് എല്ലാ കോമ്പറ്റീഷനിലുമായി 35 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്താൽ ഇത് ദീർഘിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ ഈ സീസണിൽ ഇതുവരെ 18 മത്സരങ്ങളിൽ മാത്രമാണ് കാസിമിറോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 17 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുക. ഇനി രണ്ടാമത്തെ താരം അത് മാർക്കോസ് ലിയനാർഡോയാണ്. ഈ ബ്രസീലിയൻ സ്ട്രൈക്കർ നിലവിൽ അൽ ഹിലാലിന് വേണ്ടിയാണ് കളിക്കുന്നത്. അവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളി ശ്രമിച്ചിരുന്നു. എന്നാൽ ലിയനാർഡോയെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അൽ ഹിലാൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ താരം അത് ഡഗ്ലസ് കോസ്റ്റയാണ്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയയിലായിരുന്നു കളിച്ചിരുന്നത്. ഇപ്പോൾ ഇറ്റലിയിലെ 4th ഡിവിഷൻ ക്ലബ്ബായ ചീവ വെറോണ കോസ്റ്റയെ സ്വന്തമാക്കിയിട്ടുണ്ട്. UAE ക്ലബ്ബായ അൽ ഇത്തിഫാക്കിന്റെ ഉടമസ്ഥർ തന്നെയാണ് ഇതിൻ്റെയും ഉടമസ്ഥരായിക്കൊണ്ട് വരുന്നത്. അതിനർത്ഥം അടുത്ത സമ്മറിൽ ഈ താരം അൽ ഇത്തിഫാക്കിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ താരം അത് റയാനാണ്. വാസ്കോയുടെ ബ്രസീലിയൻ പ്രതിഭയാണ് റയാൻ. കേവലം 19 വയസ്സ് മാത്രമുള്ള ഇദ്ദേഹവുമായി ധാരണയിൽ എത്താൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺമൗത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷത്തെ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കും. പ്രീമിയർ ലീഗിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം വാസ്കോയെ റയാൻ അറിയിച്ചിട്ടുണ്ട്. 35 മില്യൺ യൂറോ ഈ താരത്തിന് വേണ്ടി നൽകാൻ ബേൺമൗത്ത് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ താരത്തെ കൈവിടുന്ന കാര്യത്തിൽ ഇപ്പോഴും വാസ്കോ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. ഇനി അഞ്ചാമത്തെ താരം അത് ജാവോ ഗോമസ് ആണ്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹം ഇപ്പോൾ വോൾവ്സിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നാപ്പോളി താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. 50 മില്യൺ യൂറോയാണ് ക്ലബ്ബ് ആവശ്യപ്പെട്ടത്. അത്ലറ്റിക്കോ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവർക്ക് കൂടി താല്പര്യമുള്ള താരമാണ് ജാവോ ഗോമസ്. ഇനി ആറാമത്തെ താരം അത് കയോ സെസാറാണ്. താരം ബ്രസീലിയൻ ക്ലബ്ബായ കൊറിന്ത്യൻസിലേക്ക് പോവുകയാണ്. അൽ ഹിലാലിന്റെ വിങ്ങറായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി വാസ്കോ, ഗ്രിമിയോ, ഇന്റർനാസിയോണൽ, അത്ലറ്റിക്കോ MG എന്നിവരൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ കൊറിന്ത്യൻസ് ആണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. ഡൊറിവാൽ ജൂനിയർ ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. 33% സാലറി കുറക്കാനും അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി ഏഴാമത്തെ താരം അത് വിക്ടർ ഹ്യൂഗോയാണ്. 21 വയസ്സ് മാത്രമുള്ള ഹ്യൂഗോ ഫ്ലമംഗോയുടെ പ്ലേ മേക്കറാണ്. നിലവിൽ ലോൺ അടിസ്ഥാനത്തിൽ സാന്റോസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 2028 വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി തുർക്കിഷ് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി എട്ടാമത്തെ താരം അത് എമേഴ്സൺ റോയലാണ്. ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയുടെ റൈറ്റ് ബാക്കാണ് എമേഴ്സൺ റോയൽ. ഇറ്റാലിയൻ ക്ലബ്ബായ ഫിയറന്റീന താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാനാണ് ഫിയറന്റീന ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫ്ലമംഗോ ഇദ്ദേഹത്തെ വിൽക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. ഇങ്ങനെയാണ് ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ച അപ്ഡേറ്റുകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.